എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ മസാലയാണ്. ചോറിനും ദോശക്കും ചപ്പാത്തിക്കുമൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ചെമ്മീൻ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേഗം മൂത്ത് വരാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഇത് നല്ലോണം ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെമ്മീൻ വേവുമ്പോൾ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് നമ്മൾ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം മിക്സ് ആയതിനു ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇത് വെന്ത് വെള്ളമൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂവി കൊടുക്കാം.
അങ്ങനെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഈസിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.